ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ആദില നൂറ, അതുപോലെ തന്നെ ജാസി ആഷി അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇവിടെ സിസ്റ്റൻഡർ സ്ത്രീയും പുരുഷനും എപ്രകാരമാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഈ ആദിലയ്ക്കും നൂറയ്ക്കും ജാസിക്കും ആഷിക്കുമുണ്ട് എന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ഹറാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ സിസ്റ്റൻഡറിന് മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുള്ളൂ. ട്രാൻസ്ജെൻഡേഴ്സിനുമുണ്ട്, സെക്ഷൽ മൈനോറിറ്റീസിനുമുണ്ട്, ലെസ്ബിയനുണ്ട്, ഗേക്കുണ്ട്. എന്തിനാണ് അവരുടെ പിന്നാലെ നടന്ന് അവരെ ശല്യം ചെയ്യുന്നത്? അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന്. മറ്റുള്ളവർക്ക് അതുകൊണ്ട് എന്താണ് ദോഷം? മറ്റുള്ളവർ എന്തിനാണ് അവരുടെ പിന്നാലെ നടന്ന് അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ആദില നൂറ വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല കമൻറ്റുകളുണ്ട് കണ്ടിട്ടുണ്ട് അത് ഇലത്താളമാണെന്ന്. അതുപോലെ തന്നെ ജാസിയുടെയും ആഷിയുടെയും വിഷയത്തിൽ പറയുകയാണെങ്കിൽ അത് കോൽക്കളിയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സിസ്റ്റൻഡേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഇലത്താളത്തിൽ ചണ്ടക്കോലുകൊണ്ട് തട്ടുന്ന പരിപാടി മാത്രമാണോ ശരിയെന്നാണോ ഇവർ കരുതിയിരിക്കുന്നത്? ഒന്ന്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാതിരിക്കുക. ഓരോരുത്തരുടെയും ജീവിതം അവരുടെ സ്വകാര്യമാണ്. അതിലേക്ക് മറ്റുള്ളവർ എത്തി നോക്കേണ്ടത് യാതൊരു ആവശ്യവുമില്ല. ഈ ബിഗ് ബോസ് ഈ ഭാഗം തുടങ്ങിയപ്പോഴാണ് ആദിലയുടെയും നൂറയുടെയും വിഷയത്തിനെ എടുത്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അവരെ ചിത്രീകരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. സിസ്റ്റൻഡേഴ്സിൻ്റെ വിവാഹം പോലെ തന്നെ അവരുടെ ലൈംഗിക ജീവിതം പോലെ തന്നെയാണ് സെക്ഷൽ മൈനോറിറ്റീസിൻ്റെയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും എന്ന് മനസ്സിലാക്കാൻ അധികം വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അവരുടെ പിന്നാലെ നടന്ന് അവരെ മോശമായി ചിത്രീകരിക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കും ഇല്ല. അതിനുള്ള അധികാരമൊന്നും ഇന്ത്യൻ ഭരണഘടന ആർക്കും നൽകുന്നില്ല. ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും തുല്യമായ രീതിയിൽ തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പിന്നിൽ ഇവർ പോയിട്ട് എന്തിനാണ് അവരെ ശല്യം ചെയ്യുന്നത്? ഇപ്പോൾ ജാസി ആഷിയെ പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് ആഷിയുടെ ഉമ്മയെ കൊണ്ട് വരെ പറയിപ്പിക്കുന്ന ഒരു സംവിധാനം ഞാൻ കാണുകയുണ്ടായി. ജാസി പിടിച്ചു വെച്ചാൽ ഇരിക്കുന്ന പ്രായമല്ലല്ലോ ആഷിക്ക്. ആഷി പ്രായപൂർത്തിയായ ഒരു യുവാവല്ലേ, അയാൾക്കും അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. അതിലൊക്കെ മറ്റുള്ളവർക്ക് എന്താണ് വിഷയമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ രണ്ട് വ്യക്തികൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നു, അത് അവരുടെ ഇഷ്ടമാണ്. അതുപോലെ ആദില നൂറ വിഷയം അത് അവരുടെ ഇഷ്ടമാണ്. അതിലേക്ക് മറ്റുള്ളവർ ഒരു കാരണവശാലും എത്തി നോക്കാനോ അവരുടെ സെക്സ് എന്താണെന്നോ അവരുടെ സെക്ഷുവാലിറ്റി എന്താണെന്നോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ എത്തി നോക്കാൻ നിങ്ങൾ ആരും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളല്ലല്ലോ അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. അവർ ജോലി ചെയ്താൽ അവർ ജീവിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള ജീവിതം അവർ ജീവിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കിഷ്ടമുള്ള ജീവിതമല്ലേ ജീവിക്കണത്. ചിലർ പറയണ കേൾക്കാം ഇത് വേഗം അവസാനിച്ചു പോകുന്ന ബന്ധങ്ങളാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സിസ്റ്റൻഡറിൽപ്പെട്ടവരുടെ ജീവിതം തന്നെ എത്ര വേഗം അവസാനിച്ചു പോകുന്നുണ്ട്? അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ യേശുദാസിൻ്റെ മകൻ്റെ വിവാഹം നടന്നു, എത്ര കാലം നിന്നു? സിനിമാ നടന്മാരുടെയും സിനിമാ നടികളുടെയും ജീവിതം എത്ര കാലം നിലനിൽക്കുന്നുണ്ട്? ഈ മുഖ്യധാരാ സമൂഹത്തിലെ സ്ത്രീയും പുരുഷനും തന്നെ ഏതെല്ലാം തരത്തിൽ ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതം എപ്പോഴും പരിപൂർണമായും സക്സസ് ആണോ, വിജയകരമാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാനും അവരുടെ ജീവിതത്തിനെ അളന്നു നോക്കാനും ഈ പൊതുജനങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാത്ത കാര്യമാണ്. ഞാൻ പറയുന്നത് ആദ്യം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും നിങ്ങളുടെ ഇഷ്ടത്തിനും ജീവിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ബേജാറാവാതിരിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഘോഷിക്കുക. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ജീവിതവും. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരവരുടെ ജീവിതം ആഘോഷിക്കട്ടെ.
അനാവശ്യമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ട് മറ്റുള്ളവരെ ശല്യം ചെയ്യാതിരിക്കുക. അതെങ്കിലും ചെയ്തുകൂടെ? നിങ്ങൾക്ക് കാശ് ചിലവൊന്നുമില്ലല്ലോ, പണച്ചെലവൊന്നുമില്ലല്ലോ. അവർ ജീവിക്കട്ടെ, അവർക്കും ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ടല്ലോ. ഇവിടെ ജനിച്ച എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ആർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ എന്തിനാണ് അവരുടെ പിന്നാലെ നടന്ന് ഇത്തരക്കാരിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഹോമോഫോബിക്കായിട്ട് ട്രാൻസ്ഫോബിക്കായിട്ട് എന്തിനാണ് പെരുമാറുന്നത്? എനിക്ക് മനസ്സിലാവാതെ ചോദിക്കുകയാണ്. കൂടുതലും മലയാളികളുടെ ഇടയിലാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഞാൻ കൂടുതലായി കാണുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു ജാതിയോ മതത്തിനെയോ ഒന്നും അധിക്ഷേപിച്ചുകൊണ്ടല്ല പറയുന്നത്. ഓരോരുത്തരുടെയും പ്രത്യേകതകളാണ്. ഇതിന് ജാതിയോ മതമൊന്നും അടിസ്ഥാനമല്ല. ആ വ്യക്തികളുടെ വികൃതമായ മനസ്സാണ് ആദില നൂറയെക്കുറിച്ചും ജാസി ആഷിയെക്കുറിച്ചുമെല്ലാം മോശമായ പരാമർശങ്ങൾ നടത്തുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ലെസ്ബിയൻ ആയാലും ഗേ ആയാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ. നിങ്ങൾ സിസ്റ്റൻഡറാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ജീവിക്കുന്നത്. അതുപോലെ അവർക്ക് ജീവിക്കാനുള്ള അവസരം, അവകാശം എല്ലാം ഇന്ത്യൻ ഭരണഘടന ഇത് നൽകുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ട് മോശമായ കമൻറ്റുകൾ ഇടുന്നത്? പല വീഡിയോകളിലും പല പോസ്റ്റുകളിലും ഞാൻ പല മോശമായ കമൻറ്റുകളും കാണുന്നുണ്ട്. അതൊക്കെ ഈ എഴുതുന്നവരുടെയും പറയുന്നവരുടെയും മനസ്സിൻ്റെ വൈകൃതങ്ങളായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. കൂടുതൽ ഞാൻ പറയുന്നില്ല, പറയിപ്പിക്കരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ബോധവാന്മാരല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ ബോധപൂർവം തന്നെയാണ് അത് ചെയ്യുന്നത്. അത് വളരെ മോശമായ കാര്യമാണ്. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.